ഗോകുലം ഗ്രൂപ്പ് ചട്ടം ലംഘിച്ച് 593 കോടി സമാഹരിച്ചുവെന്ന് ഇഡിയുടെ കണ്ടെത്തൽ വരികയാണ്. പ്രവാസികളിൽ നിന്നും ചട്ടം ലംഘിച്ച് 593 കോടി രൂപ സമാഹരിച്ചു. ചിട്ടിക്കെന്ന പേരിൽ നേരിട്ട് പണം വാങ്ങി ഈ തുക പിന്നീട് അക്കൗണ്ടുകൾ വഴി കൈമാറുകയും ചെയ്തു. വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം അയച്ചുവെന്നും കണ്ടെത്തൽ. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഇഡിയുടെ പരിശോധനയിൽ ഗുരുതരമായ രീതിയിലുള്ള ചട്ടലംഘനങ്ങളുടെയും പണം സമാഹരണത്തിന്റെയും ഒക്കെ തന്നെ വിവരങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? രാഗിൻ, ഇപ്പോൾ പരിശോധന ഏത് ഘട്ടം പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന ഈ പണത്തിന്റെ കണക്ക് എങ്ങനെയാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഈ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ RBI അതോടൊപ്പം തന്നെ ഫെമ ഈ രണ്ട് ചട്ടലംഘനങ്ങളാണ് അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ മാതൃഭൂമി ന്യൂസ് വ്യക്തമാക്കിയിരുന്നു, ഇത്തരത്തിലുള്ള ചിട്ടി നടത്തിപ്പ്, ആ ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്പോട്ട് ചെയ്തിരുന്നു. അതായത് വിദേശത്തുള്ള ആളുകളിൽ നിന്ന് ചിട്ടിക്കായി പണം സ്വീകരിച്ചു, അതിൽ ചില ചട്ടലംഘനങ്ങൾ ഉണ്ട് എന്ന്. അങ്ങനെ 593 കോടിയോളം രൂപയുടെ ചട്ടലംഘനമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും NRIയിൽ നിന്നും അതോടൊപ്പം തന്നെ വിദേശത്തുള്ള ആളുകളിൽ നിന്നുമൊക്കെ പണം വാങ്ങുകയായിരുന്നു. ഇത് നേരിട്ട് വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഈ 593 കോടി രൂപയിൽ ഭൂരിഭാഗം തുകയും ഏകദേശം 371 കോടിയോളം രൂപ നേരിട്ട് ക്യാഷ് ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം ചെക്ക് വഴിയും പണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിട്ടികൾക്കെന്ന പേരിലാണ് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ത്രൂ അക്കൗണ്ട് വഴി ഈ പണം കൈമാറിയിട്ടുമുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതിലൊക്കെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഫെമ വിദേശ നാണ്യ വിനിമയ ചട്ടം അത് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട പല ചട്ടലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. 1.5 കോടിയോളം രൂപ പിടിച്ചെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വരികയും മാതൃഭൂമി ന്യൂസ് തന്നെ നൽകുകയും ചെയ്തിരുന്നു. ചെന്നൈയിലും അതോടൊപ്പം തന്നെ കോഴിക്കോടുമായിട്ടായിരുന്നു പരിശോധന. എന്തായാലും കൂടുതൽ രേഖകളും കൂടുതൽ വിശദാംശങ്ങളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല സ്ഥാപനങ്ങളിലും പല രീതിയിലും സ്വന്തമായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ കമ്പനികൾ നേരിട്ടൊക്കെ പണം നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഇനിയുള്ള വിപുലമായ പരിശോധനകളിലേക്ക് പോകേണ്ടതുണ്ടോ? കാരണം ഇപ്പോൾ പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധനയിൽ ഇത്രയും വലിയൊരു തുക, 500 കോടിയിലേറെ തുകയുടെ ഒരു കണക്കിൽപ്പെടാത്ത രീതിയിൽ ഒരു സമാഹരണം നടന്നിട്ടുണ്ട് എങ്കിൽ ഇഡി സംശയിക്കുന്നത് എന്താണ്? വിശദമായി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? ഗോകുലവുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ഇനി അന്വേഷണത്തിന്റെ പരിധിയിലേക്കൊക്കെ കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടോ രാഗിൻ? അത്തരം കാര്യങ്ങളിലേക്ക് ഈ കേസ് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് സാധ്യത. കാരണം നേരത്തെ കൊച്ചിയിൽ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നേരത്തെ പിടിച്ചെടുത്ത 1.5 കോടി രൂപയുടെ സോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം. ഇതോടൊപ്പം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചു, ചട്ടം ലംഘിച്ച് വിദേശത്ത് നിന്നും പണം വാങ്ങിയെന്ന്, അല്ലെങ്കിൽ പണം സ്വരൂപിച്ചുവെന്ന്. അങ്ങനെ സമാഹരിച്ചിട്ടുള്ള പണം അത് മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ക്രമക്കേടിന്റെ ഭാഗമായി വരും. അപ്പോൾ എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ കൂടുതൽ മാനങ്ങളിലേക്ക് കേസ് പോകുക. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം PMLA ആക്ട് പ്രകാരവും അതോടൊപ്പം തന്നെ ഫെമ ശരി. രാഗിൻ, എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ തേടുക. ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ നിന്നും ഇഡിയുടെ കണ്ടെത്തലുകൾ വരുന്നത് വളരെ ഗുരുതരമായ പണത്തിന്റെ ക്രമക്കേടുകൾ സംബന്ധിച്ചാണ്.